നിയമാവർത്തനം 9-ാം അധ്യായം. ഇസ്രായേലേ, കേട്ടാലും നീ ഇന്ന് നിന്നെക്കാൾ ശക്തവും വലുതുമായ ജനതകളെ ഒഴിപ്പിക്കാൻ പോകുന്നതിന് ജോർദാൻ കടക്കുകയാണ്. നഗരങ്ങൾ വലിയവയും ആകാശം മുട്ടെ കോട്ടയുള്ളവയുമാണ്. നീ അറിയുന്ന അനാക്യർ വലുതും ഉയരമുള്ളതുമായ ഒരു ജനമാണ്. അനാക്കിൻ്റെ മക്കളുടെ മുമ്പിൽ ആര് നിലയുറപ്പിക്കും എന്നു നീ കേട്ടിട്ടുണ്ടല്ലോ. നിന്റെ മുമ്പേ കടക്കുന്നവൻ നിന്റെ ദൈവമായ കർത്താവാണ് എന്ന് ഇന്നു നീ അറിയും. അവിടുന്ന് ദഹിപ്പിക്കുന്ന അഗ്നിയായി അവരെ നശിപ്പിക്കുകയും നിന്റെ മുമ്പിൽ അവരെ അടിയറവ് പറയിക്കുകയും ചെയ്യും. കർത്താവ് നിന്നോട് അരുൾ ചെയ്തിട്ടുള്ളതുപോലെ അവിടുന്ന് പെട്ടെന്ന് തന്നെ അവരെ ഒഴിപ്പിക്കുകയും നശിപ്പിക്കുകയും ചെയ്യും. നിന്റെ ദൈവമായ കർത്താവ് അവരെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കം ചെയ്യുമ്പോൾ, എൻ്റെ നീതി നിമിത്തമാണ് ഈ ഭൂമി അവകാശമാക്കാൻ കർത്താവ് എന്നെ കൊണ്ടുവന്നത് എന്ന് നീ നിന്റെ ഹൃദയത്തിൽ പറയരുത്. ഈ ജനതകളുടെ ദുഷ്ടത നിമിത്തമാണ് കർത്താവ് അവരെ നിന്റെ മുമ്പിൽ നിന്ന് ഒഴിപ്പിക്കുന്നത്. നിന്റെ നീതി നിമിത്തമോ ഹൃദയ പരമാർത്ഥത നിമിത്തമോ അല്ല നീ അവരുടെ ദേശം കൈവശമാക്കാൻ പോകുന്നത്. മറിച്ച് ആ ജനതകളുടെ ദുഷ്ടത നിമിത്തമാണ് അവരെ നിന്റെ ദൈവമായ കർത്താവ് നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്നത്. നിന്റെ പിതാക്കന്മാരായ അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കർത്താവ് വാഗ്ദാനം ചെയ്ത കാര്യം നിറവേറ്റുന്നതിനു വേണ്ടിയുമാണ്. നിന്റെ ദൈവമായ കർത്താവ് നിന്റെ നീതി നിമിത്തമല്ല ഈ നല്ല ദേശം നിനക്ക് കൈവശപ്പെടുത്താൻ തരുന്നതെന്ന് നീ മനസ്സിലാക്കണം. എന്തെന്നാൽ നീ പിടലി കടുത്ത ഒരു ജനമാണ്. മരുഭൂമിയിൽ വച്ച് നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രകോപിപ്പിച്ചത് മറക്കാതെ ഓർത്തിരിക്കുക. ഈജിപ്ത് ദേശത്ത് നിന്ന് പുറപ്പെട്ട ദിവസം മുതൽ ഈ സ്ഥലത്തെത്തുന്നതുവരെ നിങ്ങൾ കർത്താവുമായി മത്സരിക്കുകയായിരുന്നു. ഹോറബിൽ വച്ച് നിങ്ങൾ കർത്താവിനെ പ്രകോപിപ്പിച്ചു. നിങ്ങളെ ഉന്മൂലനം ചെയ്യത്തക്കവണ്ണം കർത്താവ് നിങ്ങൾക്കെതിരെ രോഷാകുലനായിരുന്നു. കർത്താവ് നിങ്ങളുമായി ഏർപ്പെട്ട ഉടമ്പടിയുടെ പലകകൾ, ശിലാഫലകങ്ങൾ തന്നെ സ്വീകരിക്കാനായി ഞാൻ മലയിലേക്ക് കയറിയപ്പോൾ ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും 40 പകലും 40 രാവും ഞാൻ മലയിൽ വസിച്ചു. ദൈവത്തിൻ്റെ വിരലാൽ ലിഖിതമായ 2 കൽപ്പലകകൾ കർത്താവ് എനിക്ക് തന്നു. സമ്മേളന ദിവസം മലയിൽ വെച്ച് അഗ്നിമധ്യേ കർത്താവ് നിങ്ങളുമായി സംസാരിച്ച വചനങ്ങളെല്ലാം പോലെയാണ് അവയിലുണ്ടായിരുന്നത്. 40 പകലും 40 രാവും കഴിഞ്ഞപ്പോൾ ഉടമ്പടിയുടെ പലകകൾ, ആ 2 ശിലാഫലകങ്ങൾ തന്നെ കർത്താവ് എനിക്ക് തരികയുണ്ടായി. എന്നിട്ട് കർത്താവ് എന്നോട് അരുൾ ചെയ്തു, ഇവിടെ നിന്ന് എഴുന്നേറ്റ് അതിവേഗം താഴോട്ടിറങ്ങുക. എന്തെന്നാൽ നീ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന നിന്റെ ജനം വഷളായി പ്രവർത്തിച്ചിരിക്കുന്നു. ഞാൻ അവരെ അനുശാസിച്ച വഴിയിൽ നിന്ന് പെട്ടെന്ന് വ്യതിചലിച്ച് അവർ തങ്ങൾക്കു വേണ്ടി ഒരു വാർപ്പ് വിഗ്രഹം ഉണ്ടാക്കിയിരിക്കുന്നു. തുടർന്ന് കർത്താവ് എന്നോട് ഇപ്രകാരം അരുൾ ചെയ്തു, ഞാൻ ഈ ജനത്തെ കാണുന്നു. ഇതാ, പിടലികടുത്ത ഒരു ജനമാണിത്. നീ എന്നിൽ നിന്ന് വിട്ടുനിൽക്കുക. ഞാൻ അവരെ ഉന്മൂലനം ചെയ്ത് ആകാശത്തിൻ കീഴിൽ നിന്ന് അവരുടെ പേര് തുടച്ചു മാറ്റുകയാണ്. എന്നാൽ നിന്നെ ഞാൻ അവരെക്കാൾ ശക്തവും വലുതുമായ ഒരു ജനതയാക്കി തീർക്കും. മല തീയിൽ എരിയവേ ഞാൻ തിരിഞ്ഞ് മലയിൽ നിന്നിറങ്ങി. എൻ്റെ ഇരുകരങ്ങളിൽ ഉടമ്പടിയുടെ 2 പലകകളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കണ്ടു, ഇതാ, നിങ്ങൾ ഒരു വാർപ്പ് കാളക്കുട്ടിയെ നിങ്ങൾക്കായി ഉണ്ടാക്കി നിങ്ങളുടെ ദൈവമായ കർത്താവിനെതിരായി പാപം ചെയ്തിരിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുശാസിച്ച വഴിയിൽ നിന്ന് നിങ്ങൾ ക്ഷണത്തിൽ വ്യതിചലിച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ 2 പലകകളിലും മുറുകെ പിടിച്ച് അവ എൻ്റെ 2 കൈകളിലും നിന്ന് വലിച്ചെറിഞ്ഞു. നിങ്ങളുടെ കൺമുമ്പിൽ വെച്ച് തന്നെ അവ ഞാൻ തച്ചുടച്ചു. കർത്താവിൻ്റെ ദൃഷ്ടികളിൽ തിന്മ ചെയ്ത് അവിടുത്തെ പ്രകോപിപ്പിക്കുന്നതിന് നിങ്ങൾ ചെയ്ത നിങ്ങളുടെ സകല പാപങ്ങളെയും പ്രതി ഞാൻ കർത്തൃസമക്ഷം പ്രണമിച്ചു. മുമ്പത്തേതുപോലെ 40 പകലും 40 രാവും ഞാൻ ഭക്ഷണം കഴിച്ചില്ല, വെള്ളം കുടിച്ചുമില്ല. എന്തെന്നാൽ നിങ്ങളെ ഉന്മൂലനം ചെയ്യുന്നതിന് നിങ്ങൾക്കെതിരെ കർത്താവിനുണ്ടായ കോപവും ക്രോധവും നിമിത്തം ഞാൻ ഭയാധീനനായിരുന്നു. എന്നിട്ടും കർത്താവ് അപ്രാവശ്യവും എന്നെ ചെവിക്കൊണ്ടു. അഹ്റോനെ നശിപ്പിക്കുന്നതിന് കർത്താവ് അവനോടും ഉഗ്രമായി കോപിച്ചിരിക്കുകയായിരുന്നു. ആ സമയം ഞാൻ അഹ്റോനു വേണ്ടിയും പ്രാർത്ഥിച്ചു. കാളക്കുട്ടിയായി നിങ്ങളുണ്ടാക്കിയ നിങ്ങളുടെ പാപവസ്തു ഞാനെടുത്ത് അഗ്നിയിൽ ദഹിപ്പിച്ചു. നന്നായി അരഞ്ഞ് ധൂളിയായി നേർക്കുന്നതുവരെ ഞാനത് ഇടിച്ചുടച്ചു. മലയിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന അരുവിയിൽ ഞാൻ അതിൻ്റെ ധൂളി എറിഞ്ഞുകളഞ്ഞു. തബേറായിലും മാസായിലും
കിബ്രോത്ത് ഹത്താവയിലും നിങ്ങൾ കർത്താവിനെ പ്രകോപിപ്പിക്കുന്നവരായിരുന്നു. ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദേശം നിങ്ങൾ കയറി കൈവശമാക്കിക്കൊള്ളുവിൻ എന്ന് പറഞ്ഞ് കർത്താവ് നിങ്ങളെ കാദഷ് ബർണയായിൽ നിന്ന് അയച്ചപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് ധിക്കരിച്ചു. നിങ്ങൾ വിശ്വസ്തത പുലർത്തിയില്ല, അവിടുത്തെ സ്വരം നിങ്ങൾ അനുസരിച്ചുമില്ല. ഞാൻ നിങ്ങളെ അറിയുന്ന ദിനം മുതൽ നിങ്ങൾ കർത്താവിനോട് മത്സരിക്കുന്നവരായിരുന്നു. നിങ്ങളെ ഉന്മൂലനം ചെയ്യാൻ പോകുകയാണെന്ന് കർത്താവ് അരുൾ ചെയ്തതുകൊണ്ട് ഞാൻ സാഷ്ടാംഗം വീണ് 40 രാവും 40 പകലും കർത്താവിൻ്റെ മുമ്പിൽ പ്രണമിച്ചു കിടന്നു. ഞാൻ കർത്താവിനോട് പ്രണമിച്ചു പറഞ്ഞു, നാഥനായ കർത്താവേ, അങ്ങയുടെ മഹിമയാൽ അങ്ങ് പരിത്രാണം ചെയ്ത ശക്തമായ കരത്താൽ ഈജിപ്തിൽ നിന്ന് അങ്ങ് പുറത്തു കൊണ്ടുവന്ന അങ്ങയുടെ ജനത്തെയും അവകാശത്തെയും നശിപ്പിക്കരുതേ. അങ്ങയുടെ ദാസന്മാരായ അബ്രാഹത്തെയും ഇസഹാക്കിനെയും യാക്കോബിനെയും ഓർക്കണമേ. ഈ ജനത്തിൻ്റെ ദുശാഠ്യത്തിൻ്റെയും തിന്മയുടെയും പാപത്തിൻ്റെയും നേർക്ക് തിരിയരുതേ. കർത്താവ് അവരോട് വാഗ്ദാനം ചെയ്ത നാട്ടിലേക്ക് അവരെ കൊണ്ടുപോകാനുള്ള അവിടുത്തെ കഴിവുകേട് മൂലവും അവിടുന്ന് അവരെ വെറുക്കുന്നത് മൂലവും അവരെ കൂട്ടക്കൊല ചെയ്യാനാണ് അവിടുന്ന് അവരെ മരുഭൂമിയിൽ കൊണ്ടെത്തിച്ചത് എന്ന് അങ്ങ് ഞങ്ങളെ പുറത്തു കൊണ്ടുവന്നിടത്തെ ദേശവാസികൾ പറയാനിടയാകാതിരിക്കട്ടെ. എന്തായാലും അങ്ങയുടെ വലിയ ശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും അങ്ങ് തന്നെ പുറത്തു കൊണ്ടുവന്ന അങ്ങയുടെ ജനവും അങ്ങയുടെ അവകാശവുമാണല്ലോ അവർ.